നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. അതിർത്തി കാക്കാൻ ഇനി ഡിജിറ്റൽ കവചം. രാജ്യത്ത് സൈന്യത്തിനായി അത്യാധുനിക പരിശീലന സംവിധാനങ്ങളും കൗണ്ടർ ഡ്രോൺ സാങ്കേതിക വിദ്യകളും നിർമ്മിക്കുന്നതിൽ പ്രശസ്തമായ ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക കമ്പനിയാണ് സെൻ ടെക്നോളജീസ്. അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിനായി സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ബോർഡർ സ്യൂട്ട് അഥവാ ISBS പുറത്തിറക്കിയിരിക്കുകയാണ് കമ്പനി. സ്വയം പ്രവർത്തിക്കുന്ന നെറ്റ്വർക്ക് അധിഷ്ഠിത സാങ്കേതിക വിദ്യകളിലൂടെ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയെ പൂർണ്ണമായും ആധുനികവൽക്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് ബോർഡർ പദ്ധതിക്ക് കരുത്തു പകരുന്നതാണ് ഈ പുതിയ സംവിധാനം. പാകിസ്ഥാനും ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന രാജ്യത്തിന്റെ ഏകദേശം 600 കിലോമീറ്റർ നീളത്തിലുള്ള സ്ഥലം വിപുലമായ നിരീക്ഷണ സംവിധാനങ്ങൾ, ഡ്രോണുകൾ, റഡാറുകൾ, ഇന്റലിജൻസ് മോണിറ്ററിംഗ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഉപയോഗിച്ച് രാജ്യവ്യാപകമായി സ്മാർട്ട് ബോർഡർ പദ്ധതി നടപ്പാക്കാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിരോധ മേഖലയിലെ നിർണായകമായ ഈ പ്രഖ്യാപനം. ഇന്ത്യയുടെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന അനധികൃത നുഴഞ്ഞുകയറ്റം, ലഹരിമരുന്ന് ഭീകരവാദം, ഡ്രോൺ വഴിയുള്ള കള്ളക്കടത്ത്, ഹൈബ്രിഡ് യുദ്ധമുറകൾ തുടങ്ങിയ പുതിയ ഭീഷണികളെ നേരിടാനാണ് പുതുതായി അവതരിപ്പിച്ച ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ബോർഡർ സ്യൂട്ട് പ്രത്യേകം വികസിപ്പിച്ചിരിക്കുന്നതെന്ന് സെൻ ടെക്നോളജീസ് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ കിഴക്കൻ പടിഞ്ഞാറൻ അതിർത്തികളിൽ വർദ്ധിച്ചു വരുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ ഇത് സഹായിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കുന്നു. പരമ്പരാഗത സുരക്ഷാ രീതികളിൽ നിന്ന് മാറി അതിർത്തികളെ ഒരു ഇന്റലിജന്റ് ഡിജിറ്റൽ കവചം ഉപയോഗിച്ച് സംരക്ഷിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഭീഷണികൾ മുൻകൂട്ടി കണ്ടെത്താനും തത്സമയം പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങൾ ഇതിലുണ്ട്. ദുർഘടമായ ഭൂപ്രദേശങ്ങൾ, ഒറ്റപ്പെട്ട മേഖലകൾ, ഉയർന്ന നുഴഞ്ഞുകയറ്റ സാധ്യതയുള്ള ഇടങ്ങൾ എന്നിവിടങ്ങളിലെ ശത്രുക്കളുടെ നീക്കങ്ങളെ തത്സമയം കണ്ടെത്താനും നിരീക്ഷിക്കാനും നിർവീര്യമാക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഇന്റലിജന്റ് ഡിജിറ്റൽ കവചമായിട്ടാണ് ഈ പ്ലാറ്റ്ഫോം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും സെൻ ടെക്നോളജീസ് വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷാ ഘടനയിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തന്ത്രപരമായ മാറ്റത്തെയാണ് ഈ വികസനം പ്രതിഫലിപ്പിക്കുന്നത്. പരമ്പരാഗതമായി ഇന്ത്യയുടെ അതിർത്തിയിൽ നിരീക്ഷണത്തിനായി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് സ്ഥിരമായ നിരീക്ഷണ കേന്ദ്രങ്ങൾ, പെട്രോളിംഗ് ശൃംഖലകൾ, പരമ്പരാഗത നിരീക്ഷണ രീതികൾ എന്നിവ ഉൾപ്പെടുന്ന വലിയ തോതിലുള്ള സൈനിക വിന്യാസങ്ങളായിരുന്നു. എന്നിരുന്നാലും ഡ്രോണുകളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, കള്ളക്കടത്ത്, എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത നുഴഞ്ഞുകയറ്റ തന്ത്രങ്ങൾ, ഹൈബ്രിഡ് യുദ്ധമുറകൾ എന്നിവ കേവലം മനുഷ്യശക്തിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സമീപനങ്ങളുടെ പരിമിതികളെ തുറന്നു കാട്ടുന്നതാണ്. ഓട്ടോണമസ് സർവൈലൻസ്, സഹായത്തോടെയുള്ള മോണിറ്ററിംഗ്, അതിവേഗ പ്രതിരോധ ആയുധ സംവിധാനങ്ങൾ എന്നീ സാങ്കേതിക വിദ്യയിലൂന്നിയുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ അതിർത്തിയിൽ നടത്താൻ പദ്ധതിയിടുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ ഘടന പരമ്പരാഗത സൈനിക വിന്യാസ മാതൃകകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കെതിരെ തത്സമയം പ്രതികരിക്കാൻ ശേഷിയുള്ള ഇന്റലിജൻസ് സ്വയംഭരണ സംവിധാനങ്ങളിലേക്ക് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സെൻ ടെക്നോളജീസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അശോക് അറ്റ്ലൂരി വ്യക്തമാക്കുന്നു. അതിർത്തിയിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾ മനസ്സിലാക്കി ഒട്ടും സമയം കളയാതെ തത്സമയം പ്രതികരിക്കാൻ പുതിയ ഈ ഏകോപിത സംവിധാനത്തിലൂടെ സുരക്ഷാ സേനകൾക്ക് സാധിക്കും. മുൻനിര നിരീക്ഷണ ഉപകരണങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ തത്സമയം തന്നെ സൈനിക കമാൻഡർമാർക്ക് ലഭ്യമാക്കാൻ ഈ ഡിജിറ്റൽ ശൃംഖലയിലൂടെ സാധിക്കുമെന്നും കമ്പനി വ്യക്തമാക്കുന്നു. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സ്മാർട്ട് ബോർഡർ സംവിധാനങ്ങൾക്ക് മേൽ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നത് ഇതിലേറെ നിർണായകമാണ്. തദ്ദേശീയമായി ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴി സൈബർ സുരക്ഷാ ഭീഷണികൾ വലിയൊരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും. കൂടാതെ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കായി വിദേശ വിതരണക്കാരെ ദീർഘകാലത്തേക്ക് ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ഇതിലൂടെ ഇന്ത്യയെ സഹായിക്കും. BSF ഉൾപ്പെടെ വലിയൊരു വെല്ലുവിളിയായി മാറിയ ഡ്രോൺ നീക്കങ്ങളെ നിരീക്ഷിക്കാനും അവയെ തത്സമയം തന്നെ വെടിവെച്ചിടാനും പുതിയ ISBS പ്ലാറ്റ്ഫോമിലെ ആന്റി ഡ്രോൺ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നത്.